എങ്കിൽ ഇൽഹാർ എന്നാൽ എന്ത്? അവയുടെ അക്ഷരങ്ങൾ ഏതെല്ലാം? അവയിൽ വിധി ഇൽഹാറാണ്. അംസും ഹാഉം ഐനും വൈനും ഹാഉം ഖായെന്നിവയാണ്. താങ്ക് യു. ഇദ്ഗാമും ബിഗുന്ന എന്നാൽ എന്ത്? അതിന്റെ ഹർഫുകൾ ഏതെല്ലാം? ഇദ്ഗാമുൻ വൽഉന്ന ഇതിനുള്ളത് യുമിനു എന്ന. നൂനിനു തൻവീനിനു പിറകെ ഇവ വന്നാലുണ്ട് ഇദ്ഗാമുന്ന. ഇദ്ഗാമുൻ ബിലാ ഗുന്ന. ഇദ്ഗാമുണ്ട് ബിലാ ഗുന്ന. ഇതിനായി രണ്ട് ഹുറൂഫ് വന്ന. നൂനിനു തൻവീനിനു പിറകെ റാ വന്നാല് വിധിയെന്ന. ഇഖ്ഫാ എന്നാൽ ഇഖ്ഫാ എന്തെന്നറിയണം. ഇതിന് മറച്ചു മണിക്കണം. നൂനിനു തൻവീനിനു പിറകെ രണ്ടക്ഷരമതിനോർക്കണം. അവസാനമായി ഇഖ്ലാബ് എന്നാൽ എന്ത്? ഇഖ്ലാബ് എന്തെന്നറിയില്ലേ. ഇതിനുള്ളത് ബാ എന്നല്ലേ. നൂനിനു തൻവീനിനു പിറകെ ബാ വന്നാല് ആകില്ലേ. ഇനി നിങ്ങൾ പാടിയ നിയമങ്ങൾ വെച്ച് ഖുർആനിൽ നിന്നും ഏതാനും വാചകങ്ങൾ ചോദിക്കുന്നു. അവയുടെ വിധികൾ ഉറക്കെ വിളിച്ച് പറയണമെന്ന് അറിയിക്കുന്നു. മിൻ ഹാദിൻ. വെരി ഗുഡ്. അടുത്തത് ഗഫൂറുർ റഹീം. ഓക്കെ. അടുത്തത് ഇൽമിൻ ഹകീം. ഓക്കെ. മൻ യഖൂലു. ഓക്കെ. അൻഫുസിഹിം. ഓക്കെ. സമീഉൻ ബസീർ. മിൻ ബഅദി. ഗഫൂറുൻ വദൂദ്. മാഷാ അല്ലാഹ്, മുഴുവൻ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഇനി സാക്കിനായ മീമിന് ശേഷമുള്ള വിധികൾ വിവരിക്കുന്ന പാട്ടുകൂടി പാടി അവസാനിപ്പിക്കും. സാക്കിനായ മീമിനു ശേഷം മീം വന്നാൽ ഇദ്ഗാമ്, ബാ വന്നാൽ ഇഖ്ഫാഅ്, ബാക്കി വന്നാൽ ഇൽഹാറ്. താങ്ക് യു.